നമ്മളിൽ ആരാണ് ദേഷ്യപ്പെടാതിരിക്കുന്നത്? ചെറിയ കുട്ടികൾ പോലും ദേഷ്യപ്പെടുന്നു, മൃഗങ്ങൾക്ക് പോലും ദേഷ്യമുണ്ട്. അപ്പോൾ ആ ദേഷ്യം എന്ന വികാരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനെ പരമാവധി കൺട്രോൾ ചെയ്താണ് നമ്മൾ പലരും ജീവിക്കുന്നത്. നമ്മൾക്ക് നഷ്ടപ്പെടുമ്പോൾ, നമ്മൾക്ക് കിട്ടാതാകുമ്പോൾ, നമുക്ക് സ്നേഹം തിരിച്ചു കിട്ടാതാകുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ ജോലി തിരക്കിനിടയിൽ, നമ്മളുടെ ജോലിയിൽ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബജീവിതത്തിനിടയിൽ നമ്മൾ പലപ്പോഴും ദേഷ്യപ്പെടാറുണ്ട്. പരമാവധി നമ്മൾ ഭൂമിയോളം താഴുന്നു, കുന്നോളം നമ്മൾ ക്ഷമിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അവസാനം എല്ലാം കൈവിടുമ്പോൾ, മനസ്സ് നിയന്ത്രവിധേയമല്ലാതാകുമ്പോൾ ചിലപ്പോൾ ചെയ്യുന്നതൊക്കെ യാന്ത്രികമായിരിക്കും. അങ്ങനെ മനസ്സിന് ചിലപ്പോൾ കുറ്റബോധം ഉണ്ടായാലും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ യാന്ത്രികമായിരിക്കും. അങ്ങനെ നമ്മൾ ഇന്നത്തെ ജീവിതത്തിനിടയിൽ, നമ്മൾ ജോലി ചെയ്യുന്നതിനിടയിൽ നമ്മൾ സ്നേഹത്തോടെ കഴിയുന്നവരായിരിക്കാം. ആ തിരക്കിനിടയിൽ, ആ ജോലിയുടെ തിരക്കിനിടയിൽ നമ്മൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം അപ്പോൾ തീർന്ന് സ്നേഹം പിന്നെയും കൂടുകയുള്ളൂ. പിന്നെ നമ്മുടെ വാക്കുകളിൽ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉണ്ടായാൽ അതൊരു മുറിവായി ബാക്കിയാകും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടിച്ചാൽ അടികൊണ്ട് ആ വേദന തീരും. പക്ഷേ വാക്കിനാൽ നോവിച്ചാൽ ആ വാക്ക് നമുക്കൊരിക്കലും, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചു കിട്ടില്ല എന്ന പോലെ, വാവിട്ട വാക്ക് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. അവനോട് സുഹൃത്ത് ബന്ധത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, തോളോട് തോൾ ചേർത്തവനോട് ക്ഷമിക്കണേ എന്നുള്ള വാക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവളോട് വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നമ്മളോടുള്ള സ്നേഹം കൂടുകയുള്ളൂ. നമ്മൾ ഒരിക്കലും ഒരാളോട് സോറി പറഞ്ഞാൽ നമ്മൾ താവുന്നില്ല. പലരും നമ്മൾ ഈ വീഡിയോയിലും അതുപോലെ തന്നെ പലരും നമ്മൾ പറയും, നീ വലിയ ദേഷ്യക്കാരനാണല്ലോ, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ആ പറയുന്ന ആൾക്കും ചിലപ്പോൾ നിയന്ത്രണ വിധേയമല്ലാതായി പോകും മനസ്സിന്. അങ്ങനെയുള്ള പരിസ്ഥിതിയിലായിരിക്കും നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ എൻ്റെ സ്നേഹത്തിൻ്റെ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ എൻ്റെ കൂടെ എപ്പോഴുമുള്ള എൻ്റെ ഭാര്യ, മക്കൾ, നാട്ടുകാർ, അല്ലെങ്കിൽ രാഷ്ട്രീയമായി പ്രവർത്തിക്കുന്നവർ, അവരുടെയൊക്കെ ചില ആശയപരമായോ അല്ലെങ്കിൽ തിരക്കിനിടയിലോ അല്ലെങ്കിൽ എന്തിനിടയിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം അതൊരു ഹ്രസ്വകാലം, ചെറിയ ആ സമയത്ത് മിനിറ്റുകൾക്കുണ്ടാകുന്ന ദേഷ്യം മാത്രമാണുള്ളത്. അതൊരു ദീർഘമായൊരു ശത്രുതയിലേക്ക് നമ്മൾ ആരും കൊണ്ടുപോകരുത്. ചെറിയ ജീവിതമാണ് നമുക്കുള്ളത്. ആ ചെറിയ ജീവിതത്തിൽ ഒരു യാത്രക്കാരായി വന്ന് നമ്മൾ ഈ ഭൂമിയിൽ ചെറിയ തുച്ഛമായ ജീവിതത്തിൽ ആരോടും ദേഷ്യമില്ലാതെ സ്നേഹത്തോടു കൂടി കഴിയുക എന്നാണ് എന്നോടും നിങ്ങളോടെല്ലാവർക്കും പറയാനുള്ളത്. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.